അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമെന്നാണ് വെപ്പ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ ആശീർവാദവും സഹായവും സമ്മതവും കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സംശയമാണ് എല്ലാ കാലത്തുമുള്ളത്. ഏറ്റവും ഒടുവിൽ ആ സംശയം ബലപ്പെടുന്നത് തുർക്കിയുമായി അമേരിക്ക നടത്തുന്ന ഒരു വിമാന കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധവിമാനമായ F-35 തുർക്കിക്ക് നൽകാൻ അമേരിക്ക തീരുമാനിക്കുന്നു. പക്ഷേ ഇസ്രായേൽ പറയുന്നു അങ്ങനെ അവർക്ക് ആ വിമാനം നൽകാൻ പാടില്ല എന്ന്. ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. തുർക്കിക്ക് ഇത്തരം ആയുധങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് മേഖലയിലെ സമാധാനം കെടുത്തും എന്നൊക്കെയാണ് വാദം. നേരത്തെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെ തുർക്കിയെ അമേരിക്ക എതിർത്തിരുന്നു. അത് നടപ്പാക്കാതെ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ എതിർത്തിരിക്കുന്നത്. ദാവൂദ് സാഹിബ്, ഇതിൽ അമേരിക്ക ആര് എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കും. ഇപ്പം ഇന്ത്യയോട് പറയുകയാണ് നിങ്ങൾ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുന്നു. തുർക്കിയോട് മറ്റൊരു സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് അവരുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടോ? അങ്ങനെയല്ല. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ F-35 എന്ന് പറയുന്നത് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമാണ് അമേരിക്കയുടെ. അത് കൈൻഡ് ഓഫ് നാറ്റോ പ്രോജക്റ്റാണ് ഒരർത്ഥത്തിൽ. തുർക്കി വാസ് പാർട്ട് ഓഫ് ദാറ്റ് പ്രോജക്റ്റ്. തുർക്കിയുടെ എൻജിനീയേഴ്സും പൈലറ്റുമാരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തുർക്കി ഇവിടുന്ന് S-300 ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് വന്നപ്പം ആണ് തുർക്കി ആ പ്രോഗ്രാം ഒന്ന് പുറത്താക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ ന്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ S-300 അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എയർ ഡിഫൻസ് ആകുമ്പോൾ എല്ലാ ആകാശത്ത് വരുന്ന ത്രെറ്റുകൾ, ശത്രുവിൻ്റെ ത്രെറ്റുകൾ ആ സിഗ്നൽ സ്വീകരിച്ച് ഡിഫൻസ് ബാറ്ററീസ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇവർ ചെയ്യേണ്ട പണി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയർസ് കോംപ്രമൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. അതുകൊണ്ട് നിങ്ങൾ S-300 ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിയത്. പക്ഷേ തുർക്കി അതിനുശേഷം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തുർക്കിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നാറ്റോ സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപും അവിടുത്തെ ടർക്കിഷ് പ്രസിഡൻറ്റും തമ്മിൽ അവർ തമ്മിലുള്ള പേഴ്സണൽ റാപ്പോ വളരെ സുദൃഢമാണ്. അപ്പോൾ ഇന്നലെ അവിടെ അങ്കാറയിൽ അദ്ദേഹം ഈ സമ്മിറ്റിന് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ട്രംപ് നാറ്റോ മൈൻഡ് ചെയ്യാറില്ലല്ലോ, നമുക്കറിയാം. നാറ്റോ സമ്മേളനത്തിന് ഞാൻ വരില്ല, എർദോഗൻ വിളിച്ചുകൊണ്ട് മാത്രം വന്നു, അത്രയേ ഉള്ളൂ. പുള്ളി ടഫ് ഗായ് ആണ്, മൈ ക്ലോസ് ഫ്രണ്ട് ടഫ് ഗായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തുർക്കി വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ ഫ്രിക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ആരംഭിക്കുന്നത്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ 1947 രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ച മുസ്ലിം രാജ്യമാണ് തുർക്കി. ഏറ്റവും ആദ്യം ഇസ്രായേൽ അംഗീകരിച്ച മുസ്ലിം രാജ്യമാണ്. റൈറ്റ് ഫ്രം 1949 അത്താതുർക്കിൻ്റെ തുർക്കി, അന്നത്തെ തുർക്കിയുടെ നിലപാട് തന്നെ ഒരു വെസ്റ്റേൺ ലൈനിൽ നിൽക്കുന്ന രാജ്യമായിരുന്നു. പക്ഷേ ആ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക തലത്തിൽ നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഈ പറയുന്ന 2001 എർദോഗൻ അധികാരത്തിൽ വരുന്നു. അതിനുശേഷവും ബന്ധം നല്ല നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ മാവി മർമന ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഗസയിലെ ഉപരോധം ലംഘിച്ചുകൊണ്ട് തുർക്കിയിൽ നിന്നൊരു കപ്പൽ ഈ സഹായ വസ്തുക്കളുമായിട്ട് ഗസയിലേക്ക് പോകുന്നു. അതിന് ഇസ്രായേൽ നേവി അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് കയറുന്നു, 8-10 ആളുകളെ കൊല്ലുന്നു. അതിനുശേഷമാണ് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. പിന്നെ ഡാവോസ് എക്കണോമിക് ഫോറത്തിൽ ഷിമോൺ പെരസും എർദോഗൻ തമ്മിലൊരു വാഗ്വാദം ഉണ്ടാകുന്നു. അതിങ്ങനെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഈ ഒക്ടോബർ 7 ശേഷം ഗസയിൽ നടക്കുന്ന ഈ വംശഹത്യ, അതിനെതിരെ ശക്തമായ നിലപാട് തുർക്കി സ്വീകരിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ ആ ബന്ധം മെഗൻ വഷളാവുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീജിയനിൽ ഏറ്റവും വലിയ ത്രെറ്റായിട്ട് തുർക്കിയാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ മിലിറ്ററി ഡോക്ടറിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് സ്വതന്ത്രമായി മേഖലയിൽ സഞ്ചരിക്കുകയാണ്, വിത്തൗട്ട് എനി ഡിസ്റപ്ഷൻ. ഒരു ഡിഫൻസ് സിസ്റ്റവും അവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ സെക്യൂരിറ്റി ഡോക്ടറിനുള്ളൊരു കാര്യമാണ്. അപ്പം ഇവർ ഈ ഡിഫൻസ് സെക്ടറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റമുണ്ട് തുർക്കിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തെ ഡിഫൻസ് എക്സ്പോർട്ടേഴ്സിൽ 11ാം സ്ഥാനത്തുള്ള രാജ്യമാണ്.
വളരെ പെട്ടെന്നുണ്ടായൊരു വളർച്ചയാണ് നമ്മൾ മനസ്സിലാക്കണം. വലിയ തോതിൽ അവർ ഇന്ന് ലോകത്ത് സപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആംഡ് ഡ്രോൺ അതിൻ്റെ 65% തുർക്കിയുടേതാണ്. അവരുടെ ബെരക്താർ TB2 എന്ന് പറയുന്ന സീരീസ്, അതേപോലെ അക്കിൻജി സീരീസിൽ പെട്ടിട്ടുള്ള ഡ്രോണുകൾ ലോകത്ത് ഒരുപാട് ആക്റ്റീവ് വാർ സോൺസിൽ ടെസ്റ്റഡാണ്. അത് ചുമ്മാ സപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിൽക്കപ്പെടുന്നു എന്നുള്ളതല്ല, ടെസ്റ്റഡാണ്. ഉക്രൈനിൽ അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടു, അസർബൈജാനിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു, ലിബിയയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ എഗൻ അവരുടെ ഈ ഡിഫൻസ് സെയിൽസിൻ്റെ 65%, നേരത്തെ തുർക്കിയുടെ ഡിഫൻസ് സെയിൽസ് കൂടുതലും പോയിരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആയിരുന്നെങ്കിൽ ഇന്ന് തുർക്കിയുടെ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ 57% നാറ്റോ EU രാജ്യങ്ങളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നാറ്റോ EU രാജ്യങ്ങൾ ഇവരുടെ ഒരു ഹാർഡ്വെയർ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ക്വാളിറ്റേറ്റീവ് എഡ്ജ് അവർക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ മിലിറ്ററി ഡോക്ട്രിൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ QME എന്ന് പറയും, ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ്. ആ റീജിയനിൽ അവരുടെ ജിയോഗ്രഫിയിൽ അവരുടെ QME നിലനിർത്തുക എന്നുള്ളത് അവരുടെ സെക്യൂരിറ്റി ഡോക്ട്രിൻ്റെ ഒരു ബേസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ ഒരു അവരുടെ എഡ്ജ് നഷ്ടപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ എഡ്ജിന് സമാനമായിട്ട് ഒരു പോസ് വളരുകയാണ് എന്നുള്ളത് അവർ ആശങ്കപ്പെടുന്നൊരു കാര്യമാണ്. എങ്ങനെ അതിലുണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ വർഷം സിറിയയിലുണ്ടായുള്ള മാറ്റം. സിറിയയിൽ പുതിയ ഗവൺമെൻറ്, അഹമ്മദ് ഷറയുടെ ഗവൺമെൻറ് ഈ ഇങ്ങേരെ ടോപ്പിൽ ചെയ്ത് ബഷാർ അസദിനെ ടോപ്പിൽ ചെയ്ത് അധികാരത്തിൽ വരുന്നു. അപ്പോൾ സിറിയയിൽ നിന്ന് ഏറ്റവും സ്വാധീനമുള്ള രാജ്യം എന്ന് വെച്ചാൽ സിറിയയുടെ ബാക്കർ എന്ന് പറയുന്നത് ആരാണ്? തുർക്കിയാണ്. അവരുടെ ഡിഫൻസ്, അവരുടെ മിലിറ്ററി, അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഇൻറ്റേർണൽ ഇത്തരം കാര്യങ്ങളെല്ലാം അവരെ ട്രെയിൻ ചെയ്യുന്നു, അവർ എയർ ഡിഫൻസ് കൊണ്ടുവരുന്നു, അവരുടെ മിലിറ്ററി ബേസുകൾ ഇതാകുന്നു. അതുകൊണ്ട് തങ്ങളുടെ ബാക്ക് യാർഡിൽ തുർക്കി വളരെ വലിയ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്നുള്ളത് എഗൻ ഇസ്രായേലിനെ ആശങ്കപ്പെടുന്ന കാര്യമാണ്. തുർക്കിയെ സംബന്ധിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്. യൂറോപ്പുമായിട്ട് അതിർത്തി പങ്കിടുന്നു, യൂറേഷ്യയായിട്ട് അസർബൈജാൻ, ജോർജിയ, റഷ്യ ഇവരായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നു. റഷ്യയായിട്ട് കര അതിർത്തി ഇല്ലെങ്കിലും മാരിടൈം അതിർത്തിയുണ്ട്. ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റ്, ഇറാൻ, ഇറാഖ്, സിറിയ ഈ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ആഫ്രിക്കയായിട്ട് മാരിടൈം ബോർഡറുണ്ട്, ഈജിപ്തുമായിട്ട്, ലിബിയയായിട്ട്. അങ്ങനത്തെ ഒരു രാജ്യം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ഇത്രയും എന്താ പറയുക മാരകമായിട്ടുള്ളൊരു ജിയോഗ്രഫിക് ലൊക്കേഷനിൽ നിൽക്കുന്ന. അതേസമയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് പുറംലോകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അവരുടെ കവാടം എന്ന് പറയുന്ന ഈ മർമര സ്ട്രേറ്റ്, അത് തുർക്കിയിലെ ഒരു നഗരത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ മർമര സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോസ്ഫറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇസ്തംബുൾ നഗരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റഷ്യക്ക് പുറത്തേക്ക് പോകണമെന്നെങ്കിലും അകത്തേക്ക് പോകണമെങ്കിലും ഇത് ഉപയോഗിക്കണം. ആ നിലക്ക് റഷ്യ തുർക്കിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ജിയോഗ്രഫിക് ലൊക്കേഷൻ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ളൊരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അവർ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. സിറിയയിൽ അവർ ഫുട് പ്രിൻറ്റ് ശക്തമാക്കുന്നു. മിലിറ്ററി ബേസുകൾ ലോകത്ത് അവരൊരു ട്രാൻസ്നാഷണൽ മിലിറ്ററിയായി മാറിക്കഴിഞ്ഞു. അസർബൈജാനിൽ, സിറിയയിൽ, സൊമാലിയയിൽ, ലിബിയയിൽ, ഇറാഖിൽ ഇവിടെയെല്ലാം അവരുടെ ആക്റ്റീവ് മിലിറ്ററി ബേസസ് ഉണ്ട്. ലോകത്ത് പല കോൺഫ്ലിക്റ്റ് സോണിലും അവർ വളരെ ഡിസൈസീവായിട്ട് ഇടപെടുന്നു. യുക്രൈനിൽ ഇവരുടെ ബരക്താർ ഡ്രോൺ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ പല രീതിയിൽ തുർക്കി വളരുന്നു, സാമ്പത്തികമായിട്ടും അവർ വളരുന്നു. അതിനിടയിലാണ് എഗൻ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന 5th ജനറേഷൻ F-35 അത് കൊടുക്കുകയാണ് അമേരിക്ക. അതൊക്കെ ഞാൻ തന്നോളൂ, ശരിയാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ട്രംപ് ഹംഗറിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാൽ പറയാൻ കോൺഗ്രഷണൽ അപ്രൂവൽ വേണം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കോൺഗ്രസ്സാണ് അത് വീറ്റോ ചെയ്തിരിക്കുന്നത്, അത് നിഷേധിച്ചിരിക്കുന്നത്. കോൺഗ്രഷണൽ അപ്രൂവൽ ഒരുപക്ഷെ നേടിച്ചിരിക്കാം. എനിവേ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ സിറിയയുടെ കാര്യത്തിലാണെങ്കിലും F-35 കാര്യത്തിലാണെങ്കിലും ഇസ്രായേൽ ഹെവിലി ലോബീഡ് ഇൻ വാഷിങ്ടൺ, ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. പക്ഷേ ഇസ്രായേലിൻ്റെ ലോബിയിങ്ങിനൊന്നും നിൽക്കാതെ എർദോഗാനായിട്ടുള്ള ബന്ധം, തുർക്കിയുള്ള ബന്ധം ട്രംപ് ശക്തിപ്പെടുത്തുകയും ഈ പറയുന്ന മിലിറ്ററി പർച്ചേസൊക്കെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് അത് ആശങ്കപ്പെടുന്ന കാര്യമാണ്. ഈ പറയുന്ന അവരുടെ QME ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് നഷ്ടപ്പെടുമെന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 3-4 ആഴ്ച 2-3 മാസത്തിനിടയിൽ ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള നഫ്താലി ബെന്നറ്റ് ആണെങ്കിലും ഈ ഇസ്രായേൽ കാറ്റ്സ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഒരേ സമയം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡേഴ്സ് നിരന്തരമായി തുർക്കിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് നെക്സ്റ്റ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇറാനേക്കാൾ കുഴപ്പമാണ് നമുക്കത്, പ്രശ്നമാണ്, അത് ഇതാക്കണം, ഇമ്മിനൻറ്റ് ത്രെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഷറയും എർദോഗനും അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ നിലയിലുള്ള നിരന്തരമായുള്ള പ്രസ്ഥാനം ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഈ F-35 കൊടുക്കുമെന്ന് ട്രംപ് പരസ്യമായിട്ട് പറയുക കൂടെ ചെയ്തപ്പോൾ ഇസ്രായേൽ കൂടുതൽ പാനിക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നാറ്റോ സമ്മിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വലിയൊരു ഷോ ആയിരുന്നു, ഒരു ഷോബിസ് ആയിരുന്നു. ആ നിലയിൽ അതിനെ വലിയ രീതിയിൽ ലോകത്ത് ഷോക്കേസ് ചെയ്യാൻ തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുർക്കി ഒരു എഡ്ജ് എടുക്കുന്നു.
അത് ഡിഫൻസ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഡിപ്ലോമസിയിലാണെങ്കിലും ജിയോ സ്ട്രാറ്റജിക്കൽ മാനോവറിങ്ങിലാണെങ്കിലും എല്ലാത്തിനകത്തും തുർക്കി ഒരു എഡ്ജ് എടുക്കുന്നു എന്നൊരു ഭയം ഇസ്രായേലിനുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തുർക്കിയുടെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷന് ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു ഭാഗം യൂറോപ്പിലും ഒരു ഭാഗം ഏഷ്യയിലും വേണമെങ്കിൽ കിടക്കുമെന്ന് പറയാം. അപ്പോൾ നാറ്റോയിൽ അംഗമായ തുർക്കി ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടില്ല. അതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആ യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ല, യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാൻഡേർഡൊക്കെ മീറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അവർ അംഗമല്ല. എന്തായാലും കാരണം എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനും കഴിയില്ല. ഇപ്പോൾ എർദോഗാൻ വന്നതിന് ശേഷം 10-25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. അവിടെ ഡെമോക്രസി ഇല്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ വാദിച്ച് വേണ്ടി തള്ളയാം. പക്ഷേ അതിന് മുമ്പ് അപ്പോൾ ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ല, അതേസമയം നാറ്റോയിൽ അംഗമാണെന്ന് വരുന്ന ഒരു വിചിത്ര അനുഭവമാണ് തുർക്കിക്കുള്ളത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇപ്പോൾ തുർക്കി ലോകത്തെ സൈനിക ശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഈ സൈന്യത്തിൻ്റെ എണ്ണത്തിൻ്റെ സെക്കൻഡാണ് ഈ മേഖലയിൽ. ഈ പശ്ചിമേഷ്യ നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആണ് അവർ. അവരതിജയിക്കുന്ന വേറൊരു സൈന്യമില്ല. അങ്ങനെ ഒരു സൈന്യം ഉണ്ടായിട്ടും തുർക്കിയുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇസ്രായേലിനുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ ഈ പറയുന്ന 2011 മാവി മർമര വിഷയത്തിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉണ്ടാകുന്നതിനപ്പുറം അതിന് മുമ്പ് അങ്ങനെ ഇവർ തമ്മിലൊരു ഒരസലുണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഈ പറയുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ അത് തുർക്കിക്ക് കിട്ടുന്നതോടുകൂടി ഈ മേഖലയിൽ ഇസ്രായേലിനുള്ള സുരക്ഷിതത്വം ഇല്ലാണ്ടാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. തുർക്കി അവരെ ആക്രമിക്കുകയില്ലേ, ഇപ്പോൾ ഫലസ്തീന് വേണ്ടി ഇവർ സൈനികമായിട്ട് രംഗത്ത് തുടങ്ങും, ഇറാനെ പോലെയായി മാറുമോ എന്നുള്ളതിനൊക്കെ അപ്പുറം അവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാണ്ടാവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ F-35 അവർക്ക് കിട്ടുന്നതോടുകൂടി ഇസ്രായേൽ പിന്നെ ഇല്ല. കാരണം അത് എപ്പോൾ ആക്രമിക്കുന്നു, ഒരു യുദ്ധം തുടങ്ങുന്നു എന്നുള്ള ഒരു സമയത്തിന് മാത്രം പ്രശ്നമേ ഉള്ളൂ. കാരണം ഇന്ന് ഇസ്രായേലിന് അവിടെ നിലനിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എയർ ഡിഫൻസ് സംവിധാനവും അവരുടെ ഫൈറ്റർ ജെറ്റുകളുമാണ്. അതേ എയർ ഡിഫൻസ് സംവിധാനവും ഫൈറ്റർ ജെറ്റുകളും തുർക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു വശത്ത് ഇറാനും മറുവശത്ത് തുർക്കി എന്ന് പറയുന്നത്. ഏത് സമയവും അങ്ങനെ ഒരു യുദ്ധം പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് തുർക്കിക്ക് ആ സ്റ്റെൽത്ത് ഫൈറ്റർ കിട്ടുക എന്നുള്ളത്. അത് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപ് ഇപ്പോൾ നാറ്റോ സമ്മിറ്റിൽ അനൗൺസ് ചെയ്തെങ്കിൽ പോലും അതിശക്തമായ ലോബിയിങ്ങിലൂടെ കോൺഗ്രസിൽ അത് വോട്ട് ചെയ്ത ആ തീരുമാനം മറികടക്കാൻ ഇസ്രായേലിന് ഈസി ആയിട്ട് കഴിയും. കാരണം അതവർ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല തീരുമാനങ്ങളും കോൺഗ്രസ് ലോബിയിങ്ങിലൂടെ അവരത് മാറ്റിയിട്ടുണ്ട്. ഇതും മാറ്റാനാണ് സാധ്യത കൂടുതൽ. അതിനപ്പുറം തുർക്കിയുമായി ഒരു കോൺഫ്രണ്ടേഷൻ, ഇപ്പോൾ സിറിയയുടെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലാണ് തുർക്കിയായിട്ടൊരു കോൺഫ്രണ്ടേഷൻ ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുകയോ അത് ചെയ്യും, അങ്ങനെയൊന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഗസ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഏറ്റവും മോശം സമയത്താണല്ലോ കടന്നുപോയത് 2024 ശേഷം. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ എർദോഗാൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്താണ്? ഐ ആം ദ ലീഡർ ഓഫ് വെസ്റ്റ് ഏഷ്യ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ലീഡർ ഞാനാണ്, അല്ലെങ്കിൽ തുർക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. തുർക്കിക്ക് ഈ എർദോഗാന് വലിയ ഫാൻസ് ഉണ്ട്, കേരളത്തിൽ പോലും വലിയ ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എർദോഗാൻ നിശബ്ദനായി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടക്കും എന്നല്ലാതെ നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ എർദോഗാൻ്റെ ലക്ഷ്യം ഈ മൊത്തം വെസ്റ്റ് ഏഷ്യയിൽ ലീഡറാവുക എന്നതിനപ്പുറം AKP എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ ഒരു ഐഡിയോളജി ഉണ്ട്. ആ പാർട്ടിയുടെ ഐഡിയോളജി ഒരു ഒട്ടോമൻ ലെഗസി ഉണ്ട്. ഈ കമാൽ അത്താതുർക്കിന് തൊട്ട് മുമ്പുള്ള ഉസ്മാനിയ സാമ്രാജ്യം, അതിൻ്റെ ആ ലെഗസി തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒതുവാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം അതിൻ്റെ അന്നത്തെ സ്വാധീന മേഖലകളായ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, അല്ലെങ്കിൽ ഈ പറയുന്ന കൊക്കേഷ്യ, അസർബൈജാൻ, അർമേനിയ, ഈ ഏരിയകളിലൊക്കെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക. അതിനപ്പുറം നമ്മുടെ ഒരു നാഷണൽ പ്രൈഡ്, നാഷണൽ ഐഡൻറ്റിറ്റി അതിൻ്റെ മേളിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഗസയിൽ കുഞ്ഞുങ്ങൾ ചാവുമ്പോഴേക്കും തുർക്കി ഉടൻ തന്നെ യുദ്ധത്തിന് ഇറങ്ങി വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന മണ്ടത്തരാണ്. ഇറാനുള്ള അത്ര കമ്മിറ്റ്മെൻറ്റ് തുർക്കി ഒരിക്കലും ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇസ്രായേലിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇസ്രായേലിൻ്റെ പ്രശ്നം അവരുടെ എയർ സുപ്പീരിയോറിറ്റി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതവർ ഏത് വിധേനയും അതിനെ അതിജയിക്കുക തന്നെ ചെയ്യും.